കേരള രാഷ്ട്രീയത്തിൽ ഭരണപ്രതിപക്ഷ പോര് പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ കേസ് പ്രതിഷേധവും അതിനെ തുടർന്ന് മന്ത്രിക്ക് പരിക്കേറ്റെന്ന വാദവും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച പരിഹാസങ്ങളും ചേർന്ന് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും ആരോപിച്ച് KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന മന്ത്രിയുടെ അടുത്തേക്ക് പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങളുമായി ഓടിയെത്തി. പോലീസ് ഇവരെ തടയാൻ ശ്രമിക്കുന്നതിനിടെ വലിയ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിലാണ് മന്ത്രിക്ക് പരിക്കേറ്റുവെന്ന വാർത്ത പുറത്തു വരുന്നത്. സംഭവം നടന്ന ഉടൻ തന്നെ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അതിശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി. പ്രതിഷേധക്കാർ കറുത്ത തുണി കൊണ്ട് മന്ത്രിയുടെ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചുവെന്നും ആയുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു സ്ത്രീ കൂടിയായ മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്ന് കാട്ടി പോലീസ് വധശ്രമത്തിനും കേസെടുത്തു. ഇടത് സൈബർ വിങ്ങുകൾ മന്ത്രിയെ അക്രമികൾ വളയുന്ന ദൃശ്യങ്ങൾ എന്ന പേരിൽ ചില വീഡിയോകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്നാൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കാര്യങ്ങൾ അത്ര ലളിതമല്ലെന്ന് വ്യക്തമായി. മന്ത്രിയുടെ തൊട്ടു പിന്നാലെ കരിനീല സഫാരി സ്യൂട്ട് ധരിച്ച ഒരാൾ ഓടുന്നത് കാണാം. ഇയാൾ മന്ത്രിയുടെ കഴുത്തിന് പിന്നിലൂടെ കൈയിട്ട് സംരക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് മർദ്ദനമായി സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇയാൾ മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ MS അഭിലാഷ് ആയിരുന്നു. പ്രതിഷേധക്കാർ അകലെ നിൽക്കുമ്പോൾ തന്നെ ഗൺമാൻ മന്ത്രിയെ സുരക്ഷിതയാക്കാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ ശാരീരിക നീക്കങ്ങളെയാണ് കഴുത്തിന് പിടിച്ചു മുറുക്കിയെന്ന ഭരണപക്ഷ കേന്ദ്രങ്ങൾ വ്യാഖ്യാനിച്ചതെന്ന വാദം ഇതോടെ ശക്തമായി. റെയിൽവേ സംരക്ഷണ സേനയും മന്ത്രിയെ ആരെങ്കിലും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ ഇല്ലെന്ന് വ്യക്തമാക്കിയതോടെ പോലീസും സർക്കാരും പ്രതിരോധത്തിലായി. ഈ വിവാദങ്ങൾക്കിടയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തുന്നത്. മന്ത്രിയുടെ സ്കൂൾ കാലഘട്ടത്തിലെ മോണോ ആക്ട് മത്സരത്തിലെ ചിത്രം സഹിതം മികച്ച മന്ത്രിനടി എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചത്. പത്തനംതിട്ട ജില്ലയ്ക്ക് ലാലേട്ടന് ശേഷം കിട്ടിയ മഹാനടി എന്നാണ് അദ്ദേഹം മന്ത്രിയെ വിശേഷിപ്പിച്ചത്. രാഹുലിന്റെ പോസ്റ്റിന്റെ പ്രധാന പരിഹാസങ്ങൾ ഇവയാണ്. KSUക്കാർ അകലെ നിന്ന് കരിങ്കോടി കാണിച്ചപ്പോൾ തന്നെ മന്ത്രിയുടെ പിടലി ഉളുക്കിയത് ലോകോത്തര അഭിനയമാണെന്ന് അദ്ദേഹം കുറിച്ചു. സാക്ഷാൽ ഉർവശിക്ക് പോലും ഇത്രയും തന്മയത്വത്തോടെ അഭിനയിക്കാൻ കഴിയില്ലെന്നാണ് പരിഹാസം. മന്ത്രിയുടെ കയ്യിലെ മുറിവിനെ വട്ടച്ചൊറി വലുപ്പത്തിലുള്ള മുറിവെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രതിഷേധത്തിന് 4 ദിവസം മുൻപേ ഇത്തരമൊരു മുറിവുണ്ടാക്കി വെച്ചത് ലോകാരോഗ്യ മേഖലയ്ക്ക് തന്നെ വിസ്മയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിസ്സാരമായ മുറിവിന് വേണ്ടി ജില്ലാ ആശുപത്രിയിലെ ICU സജ്ജമാക്കുന്ന ആരോഗ്യവകുപ്പിന്റെ നടപടിയെയും അദ്ദേഹം കളിയാക്കി. അമേരിക്കയിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി രോഗികൾ വിളിക്കുമെന്നാണ് അദ്ദേഹം എഴുതിയത്. മന്ത്രിക്ക് കഴുത്തിന് ക്ഷതമേറ്റതായി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് മെഡിക്കൽ ബുള്ളറ്റിൽ പുറത്തിറക്കിയിരുന്നു. എന്നാൽ പരിക്കിന്റെ തീവ്രതയെക്കുറിച്ച് പ്രതിപക്ഷം സംശയം ഉന്നയിക്കുന്നു. ഗവൺമെന്റ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിയമക്കുരുക്കായി മാറും. കോടതിയിൽ ദൃശ്യങ്ങൾ ഹാജരാക്കുമ്പോൾ ഗവൺമെന്റ് സുരക്ഷാ നീക്കങ്ങളെ എങ്ങനെ മർദ്ദനമായി തെളിയിക്കുമെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഈ സംഭവം കേരള രാഷ്ട്രീയത്തിൽ പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മന്ത്രി ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് നേരെയുള്ള ആക്രമണം ഗൗരവകരമാണ്. എന്നാൽ അത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന സംശയം ജനങ്ങൾക്കിടയിലുണ്ട്. ഇടത് വലത് സൈബർ വിങ്ങുകൾ തമ്മിലുള്ള ചേരിതിരിവ് ഈ വിഷയത്തിൽ രൂക്ഷമായിരിക്കുന്നു. ഒരു വശത്ത് മന്ത്രിക്ക് പരിക്കേറ്റതിന്റെ വേദനാജനകമായ ചിത്രങ്ങൾ പ്രചരിക്കുമ്പോൾ മറുവശത്ത് അത് ട്രോളുകളായി മാറുന്നു. RPF റിപ്പോർട്ടും കേരള പോലീസിന്റെ FIRഉം തമ്മിലുള്ള അന്തരം പോലീസിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ പ്രതിഷേധം ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. എന്നാൽ അതിനെ വധശ്രമമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും അതിനെ പരിഹാസത്തിലൂടെ നേരിടാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളും കേരള രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചോദ്യങ്ങളും ഉയർത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറിപ്പ് ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയിൽ പ്രതിപക്ഷത്തിന് ഊർജ്ജം നൽകുമ്പോൾ ഭരണപക്ഷം ഇതിനെ വ്യക്തിഹത്യയായും സ്ത്രീ വിരുദ്ധമായും കാണുന്നു. അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ മാത്രമേ ആരാണ് യഥാർത്ഥത്തിൽ അഭിനയിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ.